നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കുമ്പോൾ പുതിയൊരു തന്ത്രവുമായി പൾസർ സുനിയുടെ അമ്മ ഈ കോടതിയിലേക്ക് എത്തുന്നു. പൾസർ സുനിയുടെ അമ്മയുടെ ഇപ്പോഴത്തെ ആവശ്യം തന്റെ മകന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന 1 ലക്ഷം രൂപ, ആ രൂപ തനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് അനുവദിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അന്വേഷണ സംഘം 2015 വന്ന പൾസർ സുനിയുടെ ഈ പണം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഫ്രീസ് ചെയ്യാനുള്ള കാരണമായി അന്വേഷണ സംഘം പറയുന്നത് ദിലീപിന്റെ 2 ദിവസം മുമ്പ്, അതായത് 2015 ഈ കൊട്ടേഷൻ നടത്താൻ വേണ്ടി നേരത്തെ അഡ്വാൻസ് കൊടുത്തതാണ്. ആ അഡ്വാൻസ് 2015 കൊടുത്തതാണ് എന്നുള്ളതിന് കൃത്യമായി തെളിവില്ല. പക്ഷേ ദിലീപിന്റെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ആ സമയത്ത് 1 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട് 2 ദിവസം മുൻപ്. അതായത് ഈ പണം അക്കൗണ്ടിൽ വരുന്നതിന് 2 ദിവസം മുമ്പ് പിൻവലിച്ചിട്ടുണ്ട് എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അന്വേഷണ സംഘത്തിന് ഈ പണം നിക്ഷേപിച്ചത് ക്യാഷ് ഡെപ്പോസിറ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ബാങ്കിൽ ആരാണ് ഇത് നിക്ഷേപിക്കുന്നതെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും. ബാങ്കിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടാവാം. ഇനി CCTV ദൃശ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ലിപ്പ് ആരാണ് നൽകിയിട്ടുള്ളത് എന്ന് അന്വേഷിക്കാം. ഇതൊക്കെ അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്നത് എന്ന സംശയം ബാക്കിയാവുകയാണ്. ഏതായാലും ഈ അവസാന നിമിഷത്തിൽ ഇത്തരമൊരു അന്വേഷണത്തെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ വിധി പറയുമ്പോൾ വിധിയെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ പോലെ നാട്ടുകാരെ കൂടി ഓർമ്മപ്പെടുത്താൻ ഇത്തരമൊരു പണം വന്നിട്ടുണ്ട്, അത് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് വന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ പുതിയൊരു ഹർജിയുമായി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീപിന് പൾസർ സുനിയെ പരിചയമുണ്ടെങ്കിൽ തന്നെ, ഇനി അഥവാ പരിചയമുണ്ടെങ്കിൽ തന്നെ സിനിമാ രംഗത്തുള്ള ഒരാളായിരുന്നു, നാട്ടിലുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് പൾസർ സുനി. പൾസർ സുനി ഇതുപോലെ തന്നെ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിചാരണ ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തി എന്ന ആരോപണം കൂടി നേരിടുന്ന ആളാണ് പൾസർ സുനി. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരമൊരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഇത്തരത്തിൽ ശ്രമം നടത്തി, അങ്ങനെ നിരവധി നടിമാരെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് പൾസർ സുനി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. അത്തരമുള്ള ആരോപണങ്ങളിലേക്ക് ഒന്നും അന്വേഷിക്കാതെ ദിലീപ് ഗൂഢാലോചന നടത്തിയതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം മാത്രം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇവിടെ പ്രോസിക്യൂഷൻ തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും പ്രോസിക്യൂഷന് തന്നെ വ്യക്തമാകുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ദിലീപിന് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും, അല്ലെങ്കിൽ ദിലീപിന് ഒരു തരത്തിലും ഇതിൽ പ്രതി ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാവാം ഇപ്പോൾ വീണ്ടും പുതിയ തന്ത്രങ്ങളുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, സത്യം പറഞ്ഞാൽ ഇത്തരമൊരു ഇരയ്ക്ക് വേണ്ടി ഇന്നലെ മുതൽ ഈ നടക്കുന്ന സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് മിനിഞ്ഞാന്ന് വരെ രാഹുൽ മാങ്കൂട്ടമായിരുന്നു ചാനൽ ചർച്ചകൾ നിറഞ്ഞു നിന്നതെങ്കിൽ മിനിഞ്ഞാന്ന് മുതൽ വൈകുന്നേരം മുതൽ ഏതാണ്ട് ദിലീപിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് മുതൽ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വാദം ആരൊക്കെയാണ് കേൾക്കാൻ സാധ്യതയുള്ളത്? പ്രതിയുടെ അഭിഭാഷകർ, വാദിയുടെ അഭിഭാഷകർ, അതുകൂടാതെ ഉള്ളവർ. ആരാണോ പ്രതിയാണെങ്കിൽ പ്രതി, വാദിയാണെങ്കിൽ വാദി. അതെനിക്ക് തോന്നുന്നു ആ വിസ്താരം നടന്ന സമയത്ത് അത്രയും പേരെ കോടതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പിന്നെ ആരാണ് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വാദങ്ങൾ ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരാജയ ഭീതി മൂത്ത പ്രോസിക്യൂഷൻ കാണിക്കുന്ന തന്ത്രമാണ് ഇതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അഭിഭാഷകരടക്കം വന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ ദിലീപ് രക്ഷപ്പെട്ടു പോയേക്കാം, അത് ഞങ്ങൾ കൊടുത്ത തെളിവുകൾ സഫീഷ്യന്റ് ആണ്. ഒരു ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു കാര്യം തെളിയിക്കണമെങ്കിൽ, 120B പ്രകാരമുള്ള ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ അതിൽ കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം. നോക്കൂ, ഇവിടെ ആദ്യം മുതൽ തന്നെയുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിഷയത്തിൽ ആദ്യം, അതായത് നടിയെ ആക്രമിച്ച ദിവസം, ആ ദിവസത്തെ മഞ്ജു വാര്യരുടെ ബൈറ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആ വിഷയം മഞ്ജു വാര്യർ സംസാരിക്കുന്നത്, ആ ചടങ്ങിലെത്തിയ ആ ഒരു വലിയ പരിപാടി നടന്നിരുന്നു, പ്രതിഷേധ യോഗം. ആ പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായി മഞ്ജു വാര്യർ നടത്തിയ ഒരു സംസാരമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ജു വാര്യർ അവിടെ പറയുന്ന ഭാഷ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരൻ പറയുന്ന വാക്ക് ഗൂഢാലോചന എന്ന് മാത്രമാണ്. ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോ പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ ലീഗലി അറിയാവുന്ന ആൾക്കാരോ മാത്രമാണ് ക്രിമിനൽ ഗൂഢാലോചന 120B അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വകുപ്പ് ക്രിമിനൽ ഗൂഢാലോചന എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ആരാണ് മഞ്ജു വാര്യർക്ക് പറഞ്ഞു കൊടുത്തത് അവിടെ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന്? പത്രക്കാരും പറയുമായിരിക്കും ക്രിമിനൽ ഗൂഢാലോചന. എന്നാലും ശ്രദ്ധിച്ചിട്ടില്ല, 90% പത്രക്കാരും പറയാൻ സാധ്യതയില്ല. നിയമപരിജ്ഞാനമുള്ള ഏതെങ്കിലും പത്രക്കാർ മാത്രമാണ് ഒരുപക്ഷെ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്കുപോലും ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് മഞ്ജു വാര്യർ ആ വാക്ക് ഉപയോഗിച്ചത്? അവിടെ മുതൽ തന്നെ തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെ ഇതിൽ കൊണ്ടുവരാനുള്ള ശ്രമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന TP സെൻകുമാർ അടക്കമുള്ള മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന TP സെൻകുമാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്.
അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായതാണ് ഈ വിഷയത്തിൽ ദിലീപിനെ കുടുക്കാനുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബി സന്ധ്യയുടെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ബി സന്ധ്യയാണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ തരത്തിൽ ചില ഇടപെടലുകൾ നടത്തിയത് എന്ന് നമുക്കറിയാം. ബി സന്ധ്യയുടെ നേരത്തെയുള്ള ട്രാക്ക് റെക്കോർഡ് നോക്കിയാലും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു പോലീസ് ഓഫീസറാണ് ബി സന്ധ്യ. ആ കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ ഗൂഢാലോചനകൾ നടന്നത് ഒരു പക്ഷേ നടിയെ ആക്രമിക്കാനാണോ അതോ ദിലീപിനെ കുരുക്കാനാണോ എന്ന സംശയമാണ് ബാക്കിയാകുന്നത്. ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത് ദിലീപിനെ കുരുക്കാനാണ്. നടിയെ ആക്രമിച്ചത് പൾസർ സുനി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പൾസർ സുനി സ്വന്തമായി നടത്തിയ കൃത്യമാണ്. അതിനുശേഷം ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ ദിലീപ് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ, നിയമം അറിയുന്ന ആൾക്കാർ, നിയമത്തെക്കുറിച്ച് വളരെ കൃത്യമായി നിയമത്തെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ സംശയിക്കുന്നുണ്ട്. അത് യാതൊരു സംശയവും ഇടയില്ലാത്ത കാര്യമാണ്. കാരണം പല ഘട്ടത്തിലും ഇത്തരത്തിൽ ദിലീപിനെ കുരുക്കാനുള്ള ശ്രമം നടത്തുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചില സമയങ്ങളിൽ കള്ളം പറയുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്ന് കള്ളം പറയുന്നു. അങ്ങനെ നിരവധി കേസുകൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. ഈ വിഷയത്തിൽ നിന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബാലേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട പീഡന പരാതി, ആ ഒരു പീഡന പരാതി പിന്നീടുണ്ടാവുന്നു. ബാലേന്ദ്രകുമാർ പറയുന്നത് കള്ളമാണ് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒറിജിനൽ ഡിവൈസോ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ നൽകിയിട്ടില്ല. എവിടെയൊക്കെയോ എഡിറ്റ് ചെയ്ത് വെച്ച ഒരു സംഭാഷണത്തിന്റെ ശകലം മാത്രമാണ് ബാലേന്ദ്രകുമാർ ഇതുവരെ നൽകിയിട്ടുള്ളത്. ഒറിജിനൽ ഡിവൈസ് നഷ്ടപ്പെട്ടു പോയി എന്നായിരുന്നു ബാലേന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഗൂഢാലോചന ദിലീപിനെ കൊടുക്കാനായിരുന്നു, നടിയെ ആക്രമിക്കാനായിരുന്നില്ല. നടിയെ ആക്രമിക്കുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യം പൾസർ സുനി തനിയെ നിർവഹിച്ചതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൾസർ സുനിക്ക് ഇത്തരം നടപടികൾ ഉള്ള ആളായിരുന്നു എന്ന് പലതവണ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. സിനിമാ രംഗത്തു നിന്നുള്ള പല നടിമാരും ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തിയിട്ടുമുണ്ട്.